നൗ ഈ ഹാർട്ട് സൗണ്ട്സ് ഒക്കെ നമ്മൾ കേട്ടിട്ട് ഉള്ള ഗുണം എന്താണ്? വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ഓൾ ദീസ് ഹാർട്ട് സൗണ്ട്സ്? ഫസ്റ്റ്, auscultating heart sounds are done to know the heart rate. ദറ്റ് ഈസ് എന്ത് ഫ്രീക്വൻസിയിലാണ്, എത്ര സ്പീഡിലാണ് ഒരു മിനിറ്റിൽ ഇത് ബീറ്റ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഈ 72 ബീറ്റ്സ് പെർ മിനിറ്റ് എന്ന് പറയുന്ന നോർമൽസി ഒരു ഓസ്കൽറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 72ലാണോ ആ റേറ്റിലാണോ പോകുന്നേ അല്ലയോ എന്നറിയാൻ വേണ്ടി ഉള്ള സൗണ്ട്സായിട്ട് അതിന് സിഗ്നിഫിക്കൻ്റായിട്ട് നമുക്ക് പറയാം. ഹാർട്ട് റേറ്റും ആസ് വെൽ ആസ് ഹാർട്ടിൻ്റെ റിതമും കറക്റ്റാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ഈ ഹാർട്ട് സൗണ്ട്സ് സഹായിക്കും. Now, the gap period between the first heart sound and the second heart sound is considered as a clinical. സിസ്റ്റോളിൻ്റെ കോൺട്രാക്ഷൻസ് കറക്റ്റാണോ നടക്കുന്നത് എന്നറിയാൻ വേണ്ടി ഫസ്റ്റും സെക്കൻഡ് ഹാർട്ട് സൗണ്ടിൻ്റെ ഗ്യാപ്പ് പീരീഡാണ് ക്ലിനിക്കൽ സിസ്റ്റോൾ അറിയാൻ വേണ്ടി നമ്മൾ നോക്കുന്നത്. ആൻഡ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സെക്കൻഡ് ആൻഡ് ഫസ്റ്റും സെക്കൻഡും ആണല്ലോ വരുന്നത്. സോ ഗ്യാപ്പ് ബിറ്റ്വീൻ ഫസ്റ്റും സെക്കൻഡും ആണെങ്കിൽ ക്ലിനിക്കൽ സിസ്റ്റോളും, ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് ഇസ് കൺസിഡേർഡ് ആസ് ക്ലിനിക്കൽ ഡയസ്റ്റോൾ അറിയാനായിട്ടുള്ള സൗണ്ട്സ്. ആൻഡ് the loudness of the first heart sound suggests the force of contraction, and the loudness of second heart sound indicates the blood pressure. Now, the sixth significance is the first heart sound becomes very loud in the left ventricular hypertrophy. Left ventricular hypertrophy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a pathological condition where your left വെൻട്രിക്കിളിൻ്റെ മസിൽ ആ നോർമൽ ബൾക്കിനെക്കാട്ടിലും കൂടുതൽ തിക്നെസ്സിൽ അത് ഡെവലപ്പ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് നമ്മൾ കേൾക്കുന്ന ലബ് കുറച്ചും കൂടെ ബൂമിങ് ആയിട്ട് ഒരു ബാസ് സൗണ്ടായിട്ട് ലബ് ലുബ് ലുബ് ആ ഒരു ബാസിലായിരിക്കും കേൾക്കുന്നത്. നൗ ദ സെവൻത് ഹാർട്ട് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ. ദറ്റ് ഈസ് അയോട്ട വഴി പോകുന്ന ബ്ലഡ് എന്ന് പറയുന്നത് 70 ml ആയിരിക്കണം ഒരു ബീറ്റിൽ പോകേണ്ടത്. അതിൽ കൂടുതൽ പോയിട്ട് ആ വെസൽ, അയോട്ടിക് വെസലും അതിൻ്റെ സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട് പോകുന്ന ബ്ലഡ് ക്വാണ്ടിറ്റിയിൽ എമൗണ്ട് കൂടിയിട്ട് അവിടെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ the intensity of the second heart sound at the aortic area എവിടെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? റൈറ്റ് സൈഡിൽ സെക്കൻഡ് ഇൻ്റർകോസ്റ്റൽ സ്പേസ് അറ്റ് ദി സ്റ്റേർണൽ ബോർഡറിൽ, ആ ഏരിയയിൽ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ അയോട്ടിക് ഏരിയയിൽ സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ഇൻക്രീസ്ഡ് ആയിട്ട് ആൻഡ് അക്വയേഴ്സ് എ മെറ്റാലിക് സൗണ്ട്. ആ സൗണ്ട് വെച്ചിട്ട് നമുക്ക് സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദീസ് ആർ ഓൾ ഇൻ്റർപ്രിട്ടേഷൻസ്. ഒരു ഡബിൻ്റെ സൗണ്ടിന് വ്യത്യാസം വരുമ്പം, അതിൻ്റെ ഗ്യാപ്പിന് വ്യത്യാസം വരുമ്പോൾ ഒക്കെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം ഹാർട്ടിന് എന്താണ് പ്രശ്നം എന്നുള്ളത്. Now, the eighth significance is auscultation of your heart sound helps to detect abnormal heart sounds like murmurs. നോർമൽ ഹാർട്ട് സൗണ്ട്സ് ആണ് S1, S2, S3 and S4, of which S1 and S2 normal heart sound is lub, dub, lub, dub. ഇനി ഇതല്ലാതെ സൗണ്ട്സ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ they are called as murmurs. Any abnormal heart sounds are called as heart murmurs, and due to improper closure of valves, that is mitral stenosis എന്ന് പറയും. സ്റ്റെനോസിസ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റാതെ ചെറിയൊരു വിടവ് വരുന്നതിനെയാണ് മിട്രൽ വാൽവിനാണ് അത് വരുന്നതെങ്കിൽ മിട്രൽ സ്റ്റെനോസിസ് എന്ന് പറയും. വെർ ഇറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ബട്ട് ഇറ്റ് കനോട്ട് ഓപ്പൺ ഫുള്ളി ഓൾസോ. അങ്ങനെ വരുന്ന വാൽവിനെ മിട്രൽ സ്റ്റെനോസിസും, അല്ലെങ്കിൽ മിട്രൽ റീഗർഗിറ്റേഷൻ എന്ന് പറയുമ്പം when it has to close, it is not closing properly, and അതുവഴി
ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലോട്ട് റിവേഴ്സായിട്ട് ബ്ലഡ് വരുമ്പോഴാണ് മിട്രൽ റീഗർഗിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ കണ്ടീഷൻസ് വരുമ്പം നമുക്ക് അബ്നോർമൽ ഹാർട്ട് സൗണ്ട്സ്, ദാറ്റ് ഇസ് മേമേഴ്സ് കേൾക്കാനായിട്ട് സാധിക്കും. Narrowing of valve is called as stenosis. If the valve are not able to close properly, it leads to regurgitation of the blood, and this is called as incompetency of valve or the backflow of blood. Incompetency or regurgitation of the blood ആണ് നമ്മൾ പറയുന്നത്. Murmurs is due to turbulence created or at or near a valve ഒരു ടർബുലൻസ് ഉണ്ടാവുന്ന സൗണ്ട്സിനെയാണ് മേമേഴ്സ് എന്ന് പറയുന്നത്. നൗ ടൈപ്സ് ഓഫ് മേമേഴ്സ് എന്തൊക്കെയാണ്? സിസ്റ്റോളിക് മേമേഴ്സ് ഉണ്ട്, ഡയോസ്റ്റോളിക് മേമേഴ്സ് ഉണ്ട്, കണ്ടിന്യൂസ് മേമേഴ്സ് ഉണ്ട്. നൗ സിസ്റ്റോളിക് മേമേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? caused by aortic stenosis, mitral stenosis, mitral or tricuspid incompetency, that is regurgitation, and anemia. ഈ 4 കണ്ടീഷൻസിൽ സിസ്റ്റോളിക് മേമേഴ്സ് ആയിരിക്കും കേൾക്കുന്നത്. ഡയസ്റ്റോളിക് മേമേഴ്സ് കോസ്ഡ് ബൈ മിട്രൽ സ്റ്റെനോസിസ്, ട്രൈക്കസ്പിഡ് സ്റ്റെനോസിസ്, അയോർട്ടിക് റീഗർഗിറ്റേഷൻ, പൾമനറി റീഗർഗിറ്റേഷൻ. ആൻഡ് കണ്ടിന്യൂസ് ആയിട്ടൊരു മേമർ കേൾക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ഡ്യൂ ടു പേറ്റൻറ്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്. PDA എന്ന് പറയുന്നത് ഈ അയോട്ടയും പൾമനറി ആർട്ടറിയും തമ്മിൽ ഒരു കണക്ഷൻ വരുവാണ്. അത് നോർമലാണ് കുഞ്ഞ് ജനിക്കുന്നതിന് മുന്ന് വരെ. ജനിച്ചു കഴിഞ്ഞ് ഒരു കുറച്ച് മണിക്കൂറിനുള്ളിൽ ഈ അയോട്ടയും പൾമനറി ആർട്ടറിയും തമ്മിലുള്ള ആ കണക്ഷൻ കട്ടായിട്ട് അത് സ്വയമേ പോകണം. അത് പോകാതെ വന്ന് ഇത് തമ്മിലൊരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് പേറ്റൻറ്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്. ഞങ്ങൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട. നിങ്ങൾ PDA അല്ലെങ്കിൽ പേറ്റൻറ്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് മാത്രം പഠിച്ചാൽ മതി. അതൊക്കെ ക്ലിനിക്കൽ ആസ്പെക്റ്റാണ്. നിങ്ങളത് 3rd ഇയറിലൊക്കെ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതൊക്കെ പഠിക്കും. ഓക്കെ, ടൈപ്സ് ഓഫ് മേമേഴ്സ് ഇതൊക്കെയാണെന്ന് പഠിക്കുക. അതെന്തൊക്കെ കോസ് കൊണ്ടാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ.